ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇറ്റ്സ് ബി മുസിന ഷാഫി. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് കാവലക്കാടുള്ള നാസിറ ജംഷീർ ദമ്പതികളുടെ വീട് പരിചയപ്പെടുത്താനാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുട്ടന്നൂരാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. 4600 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ ഇത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ട് തന്നെ കുറച്ച് ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് തന്നെ ഹൗസ് നെയിമും എഴുതിയിട്ടുണ്ട് കേട്ടോ. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടംപററി ഡിസൈനിൽ ജസ്റ്റ് ട്രഡീഷണൽ ലുക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ വർക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഷോ വാൾസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. കയറി വരുമ്പോഴേ കാണുന്ന ഈ ഒരു വാളായിട്ട് നോക്കുകയാണെങ്കിൽ ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് മുറ്റം വരുന്നുണ്ട് കേട്ടോ. ഒരു വശത്ത് പ്ലെയിൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഇന്റർലോക്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ടും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ വരുന്നത്. വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് നോക്കുകയാണെങ്കിലും നാച്ചുറൽ പ്ലാന്റ്സും ഗ്രാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഗാർഡൻ ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യത്തിന് തന്നെ നല്ലോണം പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു വാളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഫ്രണ്ടിലായിട്ട് ഒത്തിരി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കൂടാതെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കരിങ്കല്ലിന്റെ ടൈപ്പ് ഗ്ലാഡിംഗ് സ്റ്റോണും അതുപോലെ തന്നെ സിമെന്റ് മോട്ടോറും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ എൻട്രൻസ് വരുന്നത്. അങ്ങോട്ട് കയറാനായിട്ട് ഒരു 3-4 സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു വാളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു വാളിലായിട്ടും കൂടാതെ ബെല്ലൊക്കെ ആ വാളിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഷോ വാളും നല്ല ഭംഗിയിലുള്ള ഒരു സ്റ്റോൺ ടൈപ്പ് ടൈല് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ വുഡിന്റെ പാനലിൽ നല്ല ഭംഗിയിൽ കയാല് എന്ന് ഹൗസിന്റെ നെയിമും എഴുതിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു പ്രൊഫൈൽ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല ഫ്ലവർ ഒക്കെ വരുന്ന നല്ല ഭംഗിയിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരു പോർഷനിൽ നമ്മുടെ കാർപോച്ചിന്റെ ഈ ഭാഗം വരെ മൊത്തത്തിൽ ആ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി വീടിന്റെ വലത് ഭാഗത്ത് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കാർപോച്ച് വരുന്നത്. അതിന് മുകളിലായിട്ട് കാണുന്നത് ഔട്ട് ഹൗസ് ആണ് കേട്ടോ. അത്യാവശ്യത്തിന് വലിയൊരു സ്പേസിൽ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാർപോച്ചാണ് കേട്ടോ ഇത്. കാർപോച്ചിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഔട്ട് ഹൗസിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. വീട് കാണുന്ന തരത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് വീടിനോട് മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാർപോച്ചിലേക്ക് തന്നെ വരുമ്പോൾ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ അതിന്റെ ബാക്ക് ഭാഗത്ത് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് നാച്ചുറൽ ഗ്രാസ് വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ വീടിന്റെ സൈഡിലും ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി അകത്ത് വരുമ്പോൾ കാണാവേ. ഇത് കാർപോച്ചിന്റെ ഒരു വശത്തെ വോളാണ് കേട്ടോ. അതിൽ മൊത്തത്തിൽ കബോർഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കാർപോച്ചിൽ നിന്നായിട്ടും നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ആ ഭാഗത്ത് 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പെബിൾസ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട്. ഇവിടെ ഫ്ലോറിലായിട്ടൊക്കെ ഒരു ഇറ്റാലിയൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട്.
സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴേ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ടേബിൾ ആണ് കേട്ടാ. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വുഡ് പാനലിംഗിൽ ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. 2 പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. രണ്ട് സിറ്റിംഗ് ഏരിയന്റെയും കൂടി നടുക്കായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. LED ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിലേക്ക് 2 ഭാഗത്തുനിന്നും എൻട്രൻസ് വരുന്നുണ്ടല്ലോ. മെയിൻ എൻട്രൻസിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ടേബിളും അതിനു ചുറ്റും 3 ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രീൻ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സർക്കിൾ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറല്ലേ. അകത്തേക്ക് കയറാനായിട്ട് വുഡിന്റെ ഒരു വലിയ ഡോറിനാണ് കേട്ടോ വരുന്നത്. ഡോറിനോട് അറ്റാച്ച് ആയി തന്നെ ഒരു ഗ്ലാസ് വിൻഡോയും ഒരു ഡിഫറെന്റ് ടൈപ്പിൽ വരുന്ന ഒരു വിൻഡോയും വരുന്നുണ്ട് കേട്ടാ. നല്ല വലിയ സിംഗിൾ ഡോറാണ് കേട്ടോ വരുന്നത്. വുഡിന്റെ വലിയൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ശേഷം അകത്തേക്ക് കയറിയാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക് വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ചേർന്നിട്ടുള്ള വലിയൊരു ഹോൾ തന്നെയാണ് കേട്ടോ വരുന്നത്. കയറി വരുമ്പോഴേ വലതു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫോർമൽ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന പിങ്ക് കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 സോഫാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വശത്തായിട്ട് തന്നെ കുഷൻ ടൈപ്പിൽ വരുന്ന 2 സോഫ ചെയറും വരുന്നുണ്ട് കേട്ടാ. നടുക്കായിട്ട് വൈറ്റ് ആൻഡ് പർപ്പിളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിന് നടുക്കായിട്ട് ഒരു വുഡൻ തീമിൽ വരുന്ന ടീ ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു വശത്തെ വിൻഡോയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് ഫുൾ ആയിട്ട് കർട്ടൻസ് കൊടുത്തിട്ടാണ്. ആ ഫുൾ കർട്ടൻ വരുന്ന ഭാഗത്ത് ബാക്കിലായിട്ട് ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടാണ് കേട്ടോ. അതിന് ബാക്കിലായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിലായിട്ട് റെയിലിംഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലിവിംഗിന്റെയും ഡൈനിങ് ഏരിയന്റെയും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ തന്നെ പെബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡിന്റെ ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. ഒരു വുഡിന്റെ പാനലിംഗ് കൊടുത്തിട്ട് അതിൽ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ ഡോറിന് മുകളിലെ വോളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കൊക്കെ പോവല്ലേ. ഇവിടെ ഫോയറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫോയറിന് നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് ഈ വലതുഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ വാഷ് ബേസിനും അതുപോലെ പ്രെയർ ഹാളും ബാത്റൂം ഒക്കെ വരുന്നത്. അതിനു മുന്നേ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു കോർട്ട്യാർഡ് കണ്ടില്ലേ. അതിന് ബാക്കിലായിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു വുഡൻ ഗ്ലാസ് തീമിൽ ഒരു പാർട്ടീഷൻ വോള് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഫോയറിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്നത് ഈ വോളിൽ കൊടുത്തിട്ടുള്ള അറബിക് കാലിഗ്രഫി ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്.
ഇനി ആ ഭാഗത്തിന്റെ ഫോയറിലെ സീലിംഗ് നോക്കുകയാണെങ്കിൽ വുഡൻ ലൂവേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് നടുക്കായിട്ട് ഒരു തരം ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കല്ലേ. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയൊരു ടേബിൾ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. ടേബിൾ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു തരം ആർട്ടിഫിഷ്യൽ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെയറൊക്കെ വന്നിട്ട് ഒരു കുഷ്യൻ ടൈപ്പിൽ തന്നെ നമ്മുടെ സോഫക്കൊക്കെ മാച്ച് ആവുന്ന കളർ ആ പിങ്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു വാളിലായിട്ട് മൊത്തത്തിൽ ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് കർട്ടൻസ് കൊടുത്തിട്ടാണ്. അതിന് ബാക്കിലായിട്ട് നോക്കിയാലും നമ്മൾ ലിവിംഗ് ഏരിയയിൽ കണ്ടില്ലേ ആ സെയിം പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അതിന് ബാക്കിൽ വാളിൽ നോക്കിയാൽ നമ്മൾ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്ലൈഡിംഗ് ഡോർ വാളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡിന്റെ മുകളിലായിട്ട് 2 വശത്തും നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് വാഷ് ബേസിന് നോക്കാം. വാഷ് ബേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വുഡൻ ലൂവേഴ്സും ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയയിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. വോളിലായിട്ട് ഒരു തരം ബ്രൗൺ ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് ഓവൻ ഷേപ്പിൽ വുഡിന്റെ ഫ്രെയിം വരുന്ന ഒരു മിററും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഷെൽഫൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇനി വാഷ് ബേസിന് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്നാൽ വൈറ്റ് കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനുമാണേ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുഞ്ഞു ഒരു പോർഷനിൽ നമുക്ക് വുളു എടുക്കാവുന്ന രീതിക്ക് ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇടത് വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ പ്രെയർ ഹോൾ വരുന്നത്. കൂടാതെ ഈ വശത്തായിട്ട് ഒരു ബാത്റൂമും വരുന്നുണ്ട്. ഇനി ഇതാണ് കേട്ടോ ഇവിടുത്തെ കോമൺ ബാത്റൂം. ഇതിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഒരു ബേജ് കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ പ്രെയർ ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പേസിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് വരുന്നുണ്ട്. ഇവിടെ സീലിംഗിൽ നടുക്കായിട്ട് പ്രൊഫൈൽ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കുറെ ആൾക്കാർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഹാളിന് ഈ ഭാഗത്തേക്കായിട്ട് ഒരു പാസീവ് സ്പേസ് വരുന്നുണ്ട്. അവിടെ ഫ്ലോറിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ സീലിംഗിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് നീളത്തിൽ കൊടുത്തിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് തന്നെ വളരെ വിശാലമായിട്ട് ഒരു പാറ്റിയോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഡോറില്ലേ നമ്മുടെ കോണിയുടെ താഴ്ഭാഗത്തായിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തതാണ് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് ലിവിംഗ് ഏരിയ നോക്കല്ലേ. ഇവിടെ വരുമ്പോൾ ഒരു വെൽവെറ്റ് ഫിനിഷിൽ അത്യാവശ്യം ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിന് നടുക്ക് ഒരു വുഡൻ ടൈപ്പിലുള്ള 2 ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫ ഇരിക്കുന്നതിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമെന്റ് ടെക്സ്ചർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ വാളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വാൾ പെയിന്റും കൂടാതെ ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. സീലിംഗിലായിട്ട് ഒരു വുഡ് പാനലിംഗ് കൊടുത്തിട്ട് അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡോ ആണ് വരുന്നത്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ ആ ഒരു വാളിലായിട്ട് തന്നെ ഒരു വാൾ ഡിസൈനും വരുന്നുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് വരുന്നത്. ഒരു വുഡൻ തീമിലാണ് മൊത്തത്തിൽ വരുന്നത്. ഈ യൂണിറ്റിന്റെ ആ ബാക്ക് ബോർഡ് വന്നിട്ട് അതിന് ബാക്കിലായിട്ട് സ്റ്റെയർ ആണ് കേട്ടോ. ആ സ്റ്റെയറിനെ ഹൈഡ് ചെയ്യുന്ന തരത്തിലാണ് ഈ ബോർഡ് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനിലും ആണേ.
ഇനി നമുക്ക് പാറ്റിയോ സ്പേസ് നോക്കുകയാണെങ്കിൽ അവിടെ കടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് ഡോർ ആണ് കേട്ടോ വരുന്നത്. സ്ലൈഡിംഗ് ഡോർ ആണേ. എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന സ്വിംഗ് സീറ്റർ ആണ് കേട്ടാ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് പെബിൾസും കൂടാതെ തന്തൂർ സ്റ്റോൺ പോളിഷ് ചെയ്തിട്ട് അതും കൂടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒത്തിരി നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇതിന്റെ റൂഫ് വന്നിട്ട് ഓപ്പൺ ആണേ. ഇവിടെ പ്ലാന്റ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. കൂടാതെ ഇവിടെ ഈ ഓപ്പൺ റൂഫ് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉള്ളിലേക്ക് കാറ്റും പ്രകാശമൊക്കെ കിട്ടുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷന് ഹെൽപ്പ് ചെയ്യൂട്ടാ. ഇനി നമ്മുടെ ഈ സ്പേസിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള 2 ബ്യൂട്ടിഫുൾ ചെയേഴ്സും നടുക്കായിട്ട് തന്നെ നല്ല രസമുള്ള ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിൽ തന്നെ ഈ പാറ്റിയോ സ്പേസിലേക്ക് കയറാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ തിരിച്ച് പാസീവ് സ്പേസിൽ തന്നെ വരുമ്പോ ഇവിടെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു തരം സ്പോക്ക് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസ് വരുന്നത്. ഇവിടെ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബിഗ് സൈസ് ബെഡ്റൂം ആണ് കേട്ടോ ഇത്. കേറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ ഫാമിലി കോട്ട് വരുന്നുണ്ട്. അവിടെ ഹെഡ് ബോർഡിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഒരു വാളില് മൊത്തത്തിൽ ഫിക്സ്ഡ് ഹെഡ് ബോർഡ് ആണ് കേട്ടോ വരുന്നത്. ഈ കോട്ടിന്റെ 2 ഭാഗത്തായിട്ടും ഒരു കുഞ്ഞു സൈഡ് ടേബിൾ ഒരു വശത്തും കൂടാതെ നടുക്കായിട്ട് കുറച്ച് വലിയ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിംഗിൾ കോട്ട് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നീളത്തിൽ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ നമ്മുടെ ഈ ബാക്ക് വാൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്പോക്ക് ലൈറ്റ്സും കൂടാതെ ഒരു എസ്തെറ്റിക് വാൾ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ നടുക്കായിട്ട് ഒരു വുഡൻ പാനലിംഗിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ മൊത്തത്തിലായിട്ട് LED ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഫാനും വരുന്നുണ്ട് കേട്ടാ. ഇനി ഇതേ കോട്ടിന്റെ ഓപ്പോസിറ്റ് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു വുഡൻ ടേബിൾ വരുന്നുണ്ടേ. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് മിറർ ഗ്ലാസ് വരുന്ന ഡോർ ആണ് കേട്ടോ. സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത്. മുകൾ വശത്തായിട്ട് ജസ്റ്റ് ഒരു വുഡിന്റെ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ റൂമിലെ ബാത്റൂം വരുന്നത്. നമ്മൾ ഡോർ തുറന്ന് വരുമ്പോഴേ ഇവിടുത്തെ ഷോവാള് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്ന ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ടൈലാണ് കേട്ടോ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തിന്റെ വലിയൊരു വാഷ് ബേസിനും ഒരു മിററും വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ടൈല് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റാൻഡേർഡ് രീതിയിലാണ് കേട്ടോ ഇവിടെ മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം നോക്കല്ലേ. ഇവിടെ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം ഒക്കെ വരുന്നത് ട്ടാ. ഇനി നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോ ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഈ റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ ഇവിടുത്തെ കളർ കോമ്പിനേഷനും വന്നിട്ടുള്ളത്. നമ്മൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അവിടെ ഒരു ഫുൾ വിൻഡോയാണ് വരുന്നത്. അത് നോക്കി നമ്മുടെ പാറ്റിയോ സ്പേസ് ആണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത്. നല്ല രസമായിരിക്കും അല്ലേ. ഇനി നമുക്ക് റൂം നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ക്യൂൺ സൈസിൽ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗം വന്നിട്ട് ഒരു കുഷ്യൻ കവേർഡ് ആണ് കേട്ടോ. ഒരു ലക്ഷറി ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ അതിൽ തന്നെ 2 വോൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോയിഷ് ഷെയ്ഡിൽ വരുന്ന ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ LED ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടിന്റെ 2 വശത്തായിട്ടും ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വോളിൽ തന്നെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 വാൾ ഡെക്കറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ തീമിലാണ് വരുന്നത്. കൂടാതെ റോമൻ ബ്ലൈൻഡ്സ് ആണ് അവിടെ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 2 സ്പോക്ക് ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിളും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് വരുന്നത്. വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഓപ്പൺ ഷെൽഫും കാണാം. ഇനി ഇതാണ് കേട്ടോ ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ വരുന്നത്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ, നിങ്ങൾക്ക് ഇഷ്ടായോ? ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വശത്തായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂം നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് തന്നെ അത്യാവശ്യത്തിന് വലിയൊരു വാഷ് ബേസിനും വലിയൊരു സ്ക്വയറിൽ ഒരു മിററും വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ആയാലും അടിപൊളിയാണ്. നല്ല ഭംഗിയിൽ തന്നെ ടൈൽസ് ഒക്കെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫ്ലോറിലായിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. ഇതാണ് കേട്ടോ കിച്ചണിലേക്കുള്ള ഡോർ വന്നിട്ട്. അത് നോക്കുകയാണെങ്കിൽ ഒരു വുഡ് ആൻഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് കേട്ടോ ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിളിൽ ഈ ഒരു സൈഡിലായിട്ട് ഒരു 3 സീറ്റർ വരുന്നുണ്ട്. കൂടാതെ മറുവശത്തായിട്ട് 3 ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് വുഡൻ തീമിൽ മൊത്തത്തിൽ കബോർഡ്സ് കൊടുത്തിട്ടാണ് കേട്ടോ. അതിന്റെ നടുക്കായിട്ട് തന്നെ ഒരു കുഞ്ഞു റാക്ക് കൊടുത്തിട്ട് താഴ്ഭാഗത്തായിട്ട് മുകളിലായിട്ടൊക്കെ മൊത്തത്തിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു സൈഡിൽ കുഞ്ഞു സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഭാഗത്തെ ഷോവാളിലെ ടൈലൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാന്. കൂടാതെ ഈ ഒരു വശത്തായിട്ടുള്ള വാളിൽ നോക്കിയേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈല് കൊടുത്തിട്ടാണ് കേട്ടോ ആ വാളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പുറത്തേക്കുള്ള ഒരു ഡോറാണേ. ഇനി നമ്മൾ അതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ടോളി യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ തീമിലാണ് വരുന്നത്. ഓവനൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു വശത്തായിട്ടും ഒരു ടോളി യൂണിറ്റ് വരുന്നുണ്ട്. ആ ഏരിയയിലാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണേ. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് എൽ ഷേപ്പിൽ ഫുൾ ആയിട്ട് റാക്ക് കൊടുത്തുകയാണേ. റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തരം വൈറ്റ് കളർ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് മൊത്തത്തിൽ കബോർഡ്സ് വരുന്നുണ്ടേ. ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ബേസ് ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നത് ഒരു തരം ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലാണേ. ഇനി അപ്പർ ക്യാബിനറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തായിട്ട് വുഡൻ തീമിൽ കബോർഡ്സ് വരുന്നുണ്ട്. കൂടാതെ അതിന് മുകളിലായിട്ട് ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് കിച്ചണിൽ ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള ആ ഒരു ഡോറാണ് കേട്ടോ. ഇത് നമ്മൾ ഡൈനിങ്ങിൽ കണ്ടില്ലേ. നമ്മുടെ കിച്ചണിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്പോക്ക് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് പ്രകാശക്കുള്ളിലേക്ക് കിട്ടുന്ന തരത്തിൽ ഒരു ഡിസൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ വരുന്നുണ്ട്. വുഡൻ ലൂവേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ. ഈ കിച്ചണിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ കിടിലൻ തന്നെയാണല്ലേ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ വരുന്നത്. ഇവിടുത്തെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലുള്ള ഒരു ടൈലാണ് വരുന്നത്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേ സൈഡ് വാളിലായിട്ട് ഒരു കുഞ്ഞു ഓപ്പൺ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ട്ടാ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് വലിയൊരു ഷെൽഫ് വരുന്നുണ്ടേ. നമ്മുടെ ഈ കിച്ചണിൽ ഒത്തിരി ഹൈഡൻ ആയിട്ടും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഷെൽഫ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമിന്റെ ആവശ്യം വേറെ വരുന്നില്ല കേട്ടോ. ഒരു ഗ്രേ കളർ തീമിൽ വരുന്ന ഈ ഷെൽഫ് നോക്കുകയാണെങ്കിലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങൾ നോക്കല്ലേ.
ഇവിടെ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ടേബിളും അതിന് നല്ല ഭംഗിയിലുള്ള ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ടൊക്കെ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമ്മുടെ ഫാമിലി ലിവിംഗിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ലാൻഡിങ്ങിലായിട്ട് ഈ ഇടത് വശത്തായിട്ട് തന്നെ ഒരു ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ആ ലിവിംഗ് സ്പേസിലേക്ക് വരുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ. ഈ ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു വുഡിന്റെ ടേബിളും കൂടാതെ 2 വുഡൻ ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു വുഡൻ തീമിൽ വരുന്ന ഒരു ടേബിൾ വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. മുകളിലായിട്ട് ഒരു കബോർഡ് വരുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ടും അതുപോലെ ഡോർ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ടെറസിലേക്ക് എന്ന പോലെ 2 കുഞ്ഞു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ പോലും സ്റ്റോറേജ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കാനും ഒപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതിലൂടെ ആ കാണുന്നത് നമ്മുടെ ബാൽക്കണിയാണേ. ഇനി നമുക്ക് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് നോക്കാം. അവിടേക്ക് കയറാനായിട്ടും ഒരു 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിലായിട്ട് ഒരു വാൾ പെയിന്റ് വരുന്നുണ്ട്. ഇവിടെ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു സ്വിംഗ് സീറ്റർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഗ്രേ കളറിൽ വലിയൊരു സോഫനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ സോഫയുടെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മളെ താഴത്തുള്ള ആ ഫോർമൽ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഇവിടുന്ന് അത് കാണുമ്പോ. ഇനി നമ്മുടെ സോഫയുടെ ഭാഗത്തേക്ക് തന്നെ വരുമ്പോ അവിടെ നടുക്കായിട്ട് നല്ല ഭംഗിയിൽ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് ഒരു വുഡൻ ടൈപ്പിൽ വരുന്ന ഒരു കുഞ്ഞു ടേബിളും ഒരു വലിയ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ അത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഈ വോളിലായിട്ട് ഫുൾ ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് കേട്ടോ. അതിനെ ഹൈഡ് ചെയ്യുന്ന തരത്തിൽ ഫുൾ കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ലിവിംഗ് ഏരിയ? നിങ്ങൾക്ക് ഇഷ്ടായോ? ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്പോക്ക് ലൈറ്റ്സ് തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വന്ന് മുകളിലേക്ക് കയറിയാൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂംസും ഒരു ബാൽക്കണിയും വരുന്നത്. കയറി വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് വിൻഡോ കൊടുക്കുകയാണേ. ഇവിടെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് L ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ സിറ്റിംഗ് ഏരിയന്റെ താഴ്ഭാഗത്തായിട്ടും കബോർഡ്സ് കൊടുത്തതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇനി ദേ ഇവിടുന്ന് ഈ കാണുന്നത് നമ്മുടെ പാറ്റിയോ സ്പേസ് ആണ് കേട്ടോ. അതിന്റെ റൂഫ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓപ്പൺ ആണെന്ന്. അപ്പൊ ഇവിടെ ഇങ്ങനെ റെയിലിംഗ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ബാൽക്കണിയിലെ 2 വശത്തെ വോളിലായിട്ട് നോക്കിയാലും ഒരു ടൈപ്പ് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. കേറി വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ 3ാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്.
ഈ റൂം നോക്കുകയാണെങ്കിലും ബിഗ് സൈസ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിന്റെ 2 വശത്തായിട്ട് നമ്മൾ ഡൈനിങ്ങിൽ കണ്ട ആ ചെയറില്ലേ, ആ പിങ്ക് കളർ ചെയറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു വുഡൻ ടൈപ്പ് കോഫി ടേബിളും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ ക്യൂൺ സൈസിൽ വരുന്ന ബെഡാണ് വരുന്നത്. അതിന്റെ ബാക്ക് ബോർഡ് അവിടെ ഫിക്സ് ചെയ്തിട്ടാണ്. 2 ഭാഗത്തായിട്ടും സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇവിടെ ഡോർ തുറന്ന് കയറുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വാൾഡ്രോബ് നോക്കല്ലേ. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ടപ്പോൾ തന്നെ മിറർ ഗ്ലാസ് വരുന്ന സ്ലൈഡിംഗ് ഡോറുള്ള ഒരു വാൾഡ്രോബനാണ്. മുകൾ വശത്തായിട്ടും വുഡൻ ടൈപ്പിൽ വരുന്ന ഒരു കബോർഡ്സും ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ റൂമിന്റെ മൊത്തത്തിൽ വരുന്ന ഒരു ലുക്ക്. നല്ല രസല്ലേ ആ കളർ കോമ്പിനേഷനും, കൂടാതെ ആ സൈഡിലായിട്ട് ആ ഒരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. ഇനി ഈ റൂമിലെ സീലിംഗിലെ വർക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ വരുന്നത്. ഒരു സൈഡിലായിട്ട് ഒരു വുഡൻ കളറിൽ വരുന്ന ഒരു പാനലിംഗ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഷോവാള് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ ഒരു മിററും അത്യാവശ്യം വലിയൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിലെയും ടൈലായാലും അതിന്റെ കളർ കോമ്പിനേഷൻ ആയാലും ഒക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്ലോറിലായിട്ടും ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ട് നമ്മുടെ ഷവർ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റൂം കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂം നോക്കല്ലേ. അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഇതേ ഒരു വാളിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഫ്രെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോഴേ ഇവിടെ വലതുവശത്തായിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും വരുന്നുണ്ട്. ശേഷം നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോ ഇതാണ് കേട്ടോ റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വന്നിട്ട്. നല്ല ഭംഗിയില്ലേ ഇതും കാണാനായിട്ട്. നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡ് ബോർഡും അവിടെ ഫിക്സ്ഡ് ആണ് കേട്ടോ. അതിന്റെ ബാക്ക് വോളിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു തരം ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ വോളിൽ തന്നെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വാൾഡ്രോബ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളർ തീമിൽ ഒരു വശത്തായിട്ട് ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടത്തെ ഈ ഒരു വാളിലായിട്ടാണ് കേട്ടോ AC ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ വിൻഡോ കൊടുത്തിട്ട് അതിനെ ഹൈഡ് ചെയ്യുന്ന തരത്തിൽ ഫുൾ കർട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വശത്തായിട്ടും ഫുൾ ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ വരുന്നത്. ഇനിത്തെ ഈ ഒരു ഭാഗത്തൂടെ വിൻഡോക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ പാറ്റിയോ സ്പേസ് തന്നെയാണ് കേട്ടോ ഇവിടുന്നും കാണാൻ സാധിക്കുന്നത്. സീലിംഗിൽ നോക്കുകയാണെങ്കിലും കാര്യമായിട്ട് പ്രത്യേകിച്ച് ഡിസൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ തിരിച്ചിതേ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയന്റെ ഒക്കെ സ്പേസിൽ വരികയാണെങ്കിൽ നമ്മൾ താഴത്തെ ആ ബെഡ്റൂമിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വശത്താണ് ബാത്റൂമും വരുന്നത്. അത്യാവശ്യത്തിന് സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഈ ബാത്റൂമിന്റെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലിയൊരു വാഷ് ബേസിനും കാണാം. ഇനി ഇവിടുത്തെ ഷോവാളിലൊക്കെ നമ്മുടെ ആ ടൈൽ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ബാത്റൂമിലൊക്കെ കണ്ട സെയിം ടൈൽ തന്നെയാണ്. പക്ഷെ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ബാത്റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ടൈൽസിന്റെ ഒക്കെ ഭംഗി നിൽക്കുന്നത്. ഈ ബാത്റൂമിലായിട്ടും ഫ്ലോറിൽ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഈ വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.